ഒരു പോർച്ചുഗീസ് ഇതിഹാസമായ ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ. നിലവിൽ പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടിയും അൽ നാസർ ക്ലബിനു വേണ്ടിയും കളിക്കുന്ന ഇദ്ദേഹത്തെ ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായാണ് കണക്കാക്കുന്നത്. സിസ്റ്റർ ഡി നാസിയോണൽ ടീമിലാണ് റൊണാൾഡോ തന്റെ കരിയർ ആരംഭിച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇദ്ദേഹം 2 സീസണുകൾക്ക് ശേഷം സ്പോർട്ടിംഗ് ടീമിലേക്ക് മാറി. റൊണാൾഡോയുടെ മികച്ച കഴിവുകൾ ശ്രദ്ധിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജർ സർ അലക്സ് ഫെർഗുസൺ 2003-ൽ 18 വയസ്സുള്ള റൊണാൾഡോയുമായി £12.20 ലക്ഷത്തിനു കരാറിലേർപ്പെട്ടു. ആ സീസണിൽ റൊണാൾഡോ തന്റെ ആദ്യ ക്ലബ്ബ് നേട്ടമായ FA കപ്പ് നേടി. 2004 യുവെഫ യൂറോ കപ്പിൽ ഇദ്ദേഹം ഉൾപ്പെട്ട പോർച്ചുഗൽ ടീം 2ാം സ്ഥാനം നേടി. 2008-ൽ റൊണാൾഡോ തന്റെ ആദ്യ യുവെഫ ചാമ്പ്യൻസ് ലീഗ് നേടി. കലാശക്കളിയിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹമായിരുന്നു. അതേ വർഷം റൊണാൾഡോ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയറായും ഫിഫപ്രോ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയറായും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടെ 40 വർഷത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നുമുള്ള ആദ്യ ബാലൻഡോർ ജേതാവുമായി. 2008 സീസണിൽ റൊണാൾഡോയുടെ മികച്ച പ്രകടനത്തിനു ശേഷം ഇതിഹാസ നെതർലൻഡ് താരം ജോഹാൻ ക്രൈഫ് റൊണാൾഡോവിന് ജോർജ് ബെസ്നും ഡെന്നിസ് ലോവിനും മുകളിൽ സ്ഥാനം കൊടുത്തു. 2.013 വർഷത്തെ ബാലൻ ഡിയോർ പുരസ്കാരം കൂടി നേടിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ പ്രധാന താരങ്ങളിൽ ഒരാളായി. 2015 മുതൽ 2016 വരെ സീസൺ റൊണാൾഡോയുടെ കരിയറിലെ ഏറ്റവും മികച്ച സീസണായി കണക്കാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിപണനപരവും പ്രശസ്തവുമായ കായികതാരങ്ങളിലൊരാളായ റൊണാൾഡോ 2016-ലും 2017-ലും ഫോബ്സ് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ആത്ലറ്റായും 2016 മുതൽ 2019 വരെ ESPN ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ആത്ലറ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. സമയം ഏറ്റവും കൂടുതൽ 100 പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. 2014-ൽ ലോകത്തെ സ്വാധീനിച്ച ആളുകൾ. അവരുടെ കരിയറിൽ $1 ബില്യൺ സമ്പാദിച്ച ആദ്യത്തെ ഫുട്ബോൾ കളിക്കാരനും 3ാമത്തെ കായികതാരവുമാണ് റൊണാൾഡോ.